ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധി യുദ്ധങ്ങൾ നമ്മൾ ദിവസം തോറും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ തിരഞ്ഞു പോയാൽ അതിർത്തിയുടെ പേരിലും വംശത്തിൻ്റെ പേരിലും ആധിപത്യത്തിൻ്റെ പേരിലുമെല്ലാം ഉണ്ടായ ഒട്ടനവധി യുദ്ധങ്ങളും നമുക്ക് കാണാനാകും. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ബാറ്റിൽ ഓഫ് മെഗിദോ. ഈ ഒരു യുദ്ധത്തിന് മുൻപ് പല സാമ്രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ചരിത്രപരമായ രേഖകൾ അവശേഷിക്കുന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് മെഗിദോ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ആദ്യ യുദ്ധമായി ഇതിനെ കണക്കാക്കുന്നു. BC 1470കളിൽ ഈജിപ്ഷ്യൻ ഫറവോനായിരുന്നു തൂത്തമോസ് രണ്ടാമൻ. അദ്ദേഹത്തിന് തൻ്റെ അർദ്ധ സഹോദരിയായ ഭാര്യയിൽ നിന്നും ഒരു മകൻ ജനിച്ചു. അതായിരുന്നു തൂത്തമോസ് മൂന്നാമൻ. തൂത്തമോസ് മൂന്നാമൻ്റെ ബാല്യകാലത്തിൽ തന്നെ പിതാവായ തൂത്തമോസ് രണ്ടാമൻ മരണപ്പെട്ടതോടെ സ്വാഭാവികമായും ഈജിപ്തിൻ്റെ ഭരണം തൂത്തമോസ് മൂന്നാമൻ്റെ കൈകളിലെത്തി. എന്നാൽ വെറും 2 വയസ്സുള്ള അദ്ദേഹത്തിന് ഒരു രാജ്യം ഭരിക്കാനാകാത്തതിനാൽ തന്നെ തൂത്തമോസ് രണ്ടാമൻ്റെ ഭാര്യമാരിലൊരാളായ പിൽക്കാലത്ത് ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ തന്നെ ഒരു പ്രഗത്ഭ വനിതാ ഭരണാധികാരിയായി മാറിയ ഹാഷപ്സൂട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീജൻ്റായി ഈജിപ്ഷ്യൻ ഭരണത്തിലേറി. ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ഹാഷപ്സൂട്ടിൻ്റെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടമായി തന്നെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു സമയങ്ങളിൽ ഈജിപ്ത് ഏറെക്കുറെ ശാന്തമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നീണ്ട 22 വർഷത്തോളം ഈജിപ്തിനെ മുൻപോട്ട് നയിച്ച ഹാഷപ്സൂട്ടൊടുവിൽ BC 1548 മരണപ്പെട്ടതോടെ തൂത്തമോസ് മൂന്നാമൻ പൂർണ്ണമായും ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി. അന്ന് അദ്ദേഹത്തിന് 25-26 വയസ്സ് പ്രായം. എങ്കിലും ഒരു രാജ്യത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ട തരത്തിലുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനില്ലായിരുന്നു. ഹാഷപ്സൂട്ട് ഭരണത്തിലിരിക്കുന്ന സമയത്ത് സൈനിക കാര്യങ്ങളിൽ മാത്രമായിരുന്നു തൂത്തമോസ് മൂന്നാമൻ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിനാൽ പെട്ടെന്ന് ഈജിപ്തിൻ്റെ അധികാരം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തിയതോടെ ശത്രുരാജ്യങ്ങൾ ഈ ഒരു അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്നത്തെ ലെബനൻ, സിറിയ, ഇസ്രയേൽ തുടങ്ങി മറ്റു പല പുരാതന നഗരങ്ങളിലൂടെയാണ് ഈജിപ്തുകാർ മെസപ്പൊട്ടോമിയൻ മെഡിറ്ററേനിയൻ പ്രദേശത്തേക്കൊക്കെ കച്ചവടങ്ങൾ നടത്തിപ്പോന്നിരുന്നത്. അതായത് ഈജിപ്തിൻ്റെ പ്രധാന കച്ചവട യാത്രകൾ നടന്നിരുന്നത് ഈ രാജപാതകളിലൂടെയായിരുന്നു. അന്നത്തെ സിറിയയിലെ ഒരു പുരാതന നഗരമായിരുന്നു കാദേശ്. ഈജിപ്തിൽ പുതിയ ഭരണാധികാരി വന്നതോടെ കാദേശിലെ രാജാവിന് ഈജിപ്ത് പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിക്കണമെന്ന ഒരു അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ തന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് ബോധ്യമുള്ള അദ്ദേഹം അന്നത്തെ മറ്റു രാജ്യങ്ങളായ മിഗ്ദോ, അസോർ, നനാച്ച്, ബേഷൻ എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചേർന്ന് ഒരു വലിയ സഖ്യം തന്നെ രൂപീകരിച്ചു. അങ്ങനെ ആക്രമണത്തിൻ്റെ ആദ്യപടിയായി തങ്ങളുടെ രാജ്യങ്ങൾ വഴിയുള്ള ഈജിപ്തിൻ്റെ കച്ചവടം അവർ തടയാൻ ആരംഭിച്ചു. വൈകാതെ തന്നെ ഇവരുടെ ഈ ഒരു പ്രവൃത്തി ഈജിപ്ഷ്യൻ ഫറവോൻ്റെ ചെവിയിലുമെത്തി. തങ്ങളുടെ രാജ്യത്തിൻ്റെ കച്ചവടത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഒരു നടപടിക്ക് തക്കതായ മറുപടി നൽകാൻ തന്നെ ഫറവോ തീരുമാനിച്ചു. അങ്ങനെ ഇരുകൂട്ടരും ഒരു യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. കാദേശിലെ രാജാവിൻ്റെ നേതൃത്വത്തിൽ മെഗിദോ എന്ന പട്ടണത്തിന് മുൻപിലായി ഏകദേശം 20,000-ഓളം വരുന്ന സൈന്യത്തെ അവർ തയ്യാറാക്കി നിർത്തി. മാത്രമല്ല കുന്നിന് മുകളിലുള്ള ഒരു നഗരമായതിനാൽ തന്നെ ശത്രുരാജ്യത്തിൻ്റെ നീക്കങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പോരാടാനും അവർക്ക് കഴിയുമായിരുന്നു. കുന്തങ്ങളും മറ്റു ആയുധങ്ങളും ഉൾപ്പെടെ ഒരു വൻ സഖ്യം തന്നെയായിരുന്നു കാദേശ് രാജാവിൻ്റെ പക്കലുണ്ടായിരുന്നത്. എന്നാൽ ഈജിപ്തിൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. ചെറിയ ചില പോരാട്ടങ്ങളിലൊക്കെ തൂത്തമോസ് മുൻപ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ യുദ്ധം അദ്ദേഹത്തിന് ഒരു പുതിയ കാര്യമായിരുന്നു. എങ്കിലും ഒരു പരീക്ഷണത്തിനായി അദ്ദേഹം തയ്യാറായി. തൻ്റെ സൈന്യവുമൊത്ത് അദ്ദേഹം സാറു എന്ന പ്രദേശത്തു നിന്നും യാത്ര തുടർന്ന് 10 ദിവസം കൊണ്ട് ഗാസയിലെത്തി. വീണ്ടും 10 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിൽ യഹോം എന്ന നഗരത്തിലെത്തിയ ശേഷം അവിടെ കുടിലുകൾ കെട്ടി വിശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ വിശ്രമിക്കുന്ന സമയം ശത്രുരാജ്യത്തിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കാനായി കുറച്ച് പടയാളികൾ മുൻപോട്ട് പോയി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയെത്തി. മെഗിദോയിലേക്ക് എത്തിച്ചേരാൻ 3 വഴികളുണ്ടെന്ന വിവരം അവർ ഫറവോനെ അറിയിച്ചു. അതിലെ ആദ്യ പാത മെഗിദോയുടെ വടക്ക് ഭാഗത്ത് ചെന്ന് അവസാനിക്കുന്നതായിരുന്നു. ഈ ഒരു വഴി താരതമ്യേന ദൂരം കൂടുതലാണെങ്കിലും ശത്രുവിന് പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കാത്ത ഒരു പ്രദേശമായിരുന്നു. അടുത്ത വഴി അവസാനിക്കുന്നത് മെഗിദോയുടെ തെക്കുകിഴക്കൻ ഭാഗത്തായിരുന്നു. ആദ്യ വഴിയെ അപേക്ഷിച്ച് ഇത് ദൂരം കുറവാണെങ്കിലും ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു. എന്നാൽ അവസാനത്തെ വഴിയാണെങ്കിൽ നേരെ മെഗിദോ നഗരത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു. എന്നാൽ ഈ വഴി ഒരിക്കലും സേഫ് അല്ലാത്ത, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന ഒരു വഴിയായിരുന്നിട്ടും
ആ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ ഫറവോ നിർദ്ദേശം നൽകി. രാജാവിന്റെ ഈ ഒരു തീരുമാനം കേട്ട് കൂടെ നിന്നവർ അങ്കലാപ്പിലായി. ഇതെങ്ങനെ ശരിയാകുമെന്നവർ രാജാവിനോട് തിരക്കുകയും ചെയ്തു. അവരും നമ്മളെപ്പോലെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ വഴിയെ വരില്ലെന്ന് കണക്കുകൂട്ടിയവർ മറ്റു 2 വഴികളിൽ കൂടുതൽ സൈന്യത്തെ സജ്ജമാക്കിയിട്ടുണ്ടായിരിക്കും. ഇതായിരുന്നു ഫറവോയുടെ മറുപടി. അങ്ങനെ രാജാവിന്റെ തീരുമാനപ്രകാരം ഒടുവിൽ അവർ മെഗിദോ ലക്ഷ്യമാക്കി ഈ 3ാമത്തെ വഴിയിലൂടെ യാത്ര തുടർന്നു. തൂത്തമോസ് രാജാവ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വഴിയിൽ അവർക്ക് ഒരു പ്രശ്നവും കൂടാതെ മുൻപോട്ട് പോകാൻ തന്നെ സാധിച്ചു. എന്നാൽ ഏറെ ദൂരം മുൻപോട്ട് ചെന്നപ്പോൾ ഒരു ചുരപാതയിൽ കാദേശ് സഖ്യത്തിന്റെ ഒരു ചെറിയ സൈന്യം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈജിപ്തിന്റെ ഈ ഒരു വലിയ സഖ്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇതറിഞ്ഞ കാദേശിലെ രാജാവ് ഏറെ പരിഭ്രാന്തിയിലായി. തൂത്തമോസ് രാജാവിൽ നിന്നും ഇങ്ങനെ ഒരു ബുദ്ധിപരമായ നീക്കം ഉണ്ടാകുമെന്നവർ ഒരിക്കലും കരുതിയില്ലായിരുന്നു. അങ്ങനെ ചുരമിറങ്ങി ഈജിപ്ഷ്യൻ സൈന്യം ഒരു നദീതീരത്തെത്തിച്ചേർന്നു. ഈ ഒരു നദി കടന്നാൽ അപ്പുറത്ത് മെഗിദോയാണ്. എന്നാൽ അന്നു രാത്രി ഈ നദീതീരത്തു തമ്പടിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കൂടാരമെല്ലാം ഒരുക്കി അവർ കുറച്ചുനേരം വിശ്രമിച്ച ശേഷം അന്നു രാത്രി തന്നെ മെഗിദോയിലേക്ക് കടക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 20,000-ലധികം സൈന്യമടങ്ങുന്ന തന്റെ പടയെയും നയിച്ച് തൂത്തോമസ് നദി കടന്ന് മെഗിദോ നഗരത്തിനെ ചുറ്റും വളഞ്ഞു. പിന്നെ നടന്ന അതിഭയങ്കരമായ പോരാട്ടത്തിൽ കാദേശ് സൈന്യം ദുർബലമായി തുടങ്ങി. ഈജിപ്തിന്റെ പക്കലുള്ള അമ്പും വില്ലുകളും തേരുകളുമെല്ലാം കാദേശ് സൈന്യത്തെ അപേക്ഷിച്ച് കൂടുതൽ മികച്ചതായിരുന്നു. അങ്ങനെ ആ ഘോരമായ യുദ്ധത്തിൽ ഇരുപക്ഷത്തു നിന്നും നിരവധി ആളുകൾ മരണപ്പെട്ടു. എന്നാൽ കൂടുതലും കാദേശ് സൈന്യത്തിനായിരുന്നു നഷ്ടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഒടുവിൽ തോൽവി ഉറപ്പാക്കിയ അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. തങ്ങളുടെ കൂടാരം ഉപേക്ഷിച്ച് കാദേശ് സൈന്യം ഓടിപ്പോയതോടെ അവരുടെ കൂടാരങ്ങൾ കൊള്ളയടിക്കാൻ ഈജിപ്ഷ്യൻ സൈന്യം തീരുമാനിച്ചു. ഈ സമയം കൊണ്ട് രക്ഷപ്പെട്ട കാദേശ് സൈന്യം മെഗിദോ നഗരത്തിലെത്തി. തുടർന്ന് അവർ നഗരത്തിന്റെ ആ വാതിലുകൾ കൊട്ടിയടച്ചു. കാദേശ് നഗരത്തിന്റെ ഭീമാകാരമായ ആ വാതിലുകളെ തകർത്ത് അകത്തുകടക്കാൻ ഈജിപ്ഷ്യൻ സൈന്യത്തിനായില്ലെങ്കിലും 7 മാസത്തോളം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ തൂത്തോമസ് വിജയിച്ചതായി തന്നെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. കൂടാതെ ഈജിപ്തിലെ കർണാക് ക്ഷേത്ര ചുമരുകളിലും അദ്ദേഹത്തിന്റെ ഈ ഒരു വിജയത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ യുദ്ധത്തിൽ മെഗിദോയിൽ നിന്നും നിരവധി പേരെ ഈജിപ്ഷ്യൻ സൈന്യം ഈജിപ്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നിരുന്നു. അവരെ പിന്നീട് ഈജിപ്ഷ്യൻ ഭാഷയും സംസ്കാരവുമെല്ലാം പഠിപ്പിച്ച് ഒരു ഈജിപ്ഷ്യൻ പൗരനായി വളർത്തിക്കൊണ്ടുവന്ന് രാജസദസ്സിൽ വരെ അംഗങ്ങളാക്കിയതായും ചരിത്രരേഖകളിൽ പറയുന്നു. ഇന്ന് ലോകത്തിലെ യുദ്ധ ചരിത്രത്തിലെ തന്നെ ആദ്യമായി രേഖപ്പെടുത്തിയ യുദ്ധമായിട്ടാണ് ഈ ഒരു യുദ്ധം അറിയപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.